ഹലോ ഗൈസ്, എല്ലാവർക്കും സി എം ഫിഷിങ്ങിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ക്രോസ് ബോയ് ആയിട്ടൊന്ന് ഫിഷിങ്ങിന് ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ നമ്മളിത് ഈ മതിലിൻ്റെ അപ്പുറത്തുള്ള പാടത്ത് ഇവിടെ ഗിഫ്റ്റ് തിലോപ്പി, അതേപോലെ തന്നെ വാഹ, ചേർമീനും അതുപോലെ തന്നെ വരാലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് വന്നത്. അപ്പോൾ നമ്മളെ ഫിഷിംഗ് ഇന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഫുള്ളും മീൻ പിടിക്കുന്ന നമ്മളിന്ന് വീഡിയോ എടുത്തിട്ടില്ല. നമുക്ക് ഒരു വലിയൊരു മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മാത്രമേ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് കിട്ടിയിരിക്കുന്ന തിലോപ്പി ഇത് ഉണ്ട്. ഒരു സാധനത്തിന് അടിക്കുന്ന വീഡിയോ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ബാക്കി കിടക്കുന്ന മീനൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അതേ സൈസ് തന്നെ വേറൊരു ഹെവി സാധനം കൂടെ ഉണ്ട്. വേണ്ട, ഈ രണ്ട് നാടൻ വരാല. അതിൽ ഇതിനെ അടിക്കണം മാത്രമേ നമ്മൾ വീഡിയോയിൽ എടുത്തിട്ടുള്ളൂ. ഇതിനടിക്കണം നമുക്ക് എടുത്തിട്ടൊന്നുമില്ല. പിന്നെ അതെ ഒരു 5-5.5 കിലോത്തോളം തിലോപ്പി നമ്മൾ അടിച്ചിട്ടുണ്ട്. തിലോപ്പി മൊത്തം ഉണ്ട്. നമ്മൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഈ വീഡിയോ എന്തായാലും കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വരാലിന വലിയൊരു വരാലാണ്. അപ്പോൾ ഇതിനടിക്കുന്ന വീഡിയോ മാത്രമേ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്യാങ് എല്ലാവരും ഉണ്ട് കേട്ടോ. അതെ, കുഞ്ഞേട്ടനും ഉണ്ട്, അഭിഷേകിന്റെ ചേട്ടനാണ്, അഭിയാണ്. അപ്പോൾ നേരത്തെ ചാനലിലൊക്കെ വന്നിട്ടുള്ള കേട്ടോ. നമ്മുടെ ക്യാമറ വീഡിയോ എടുത്തിട്ടിരിക്കുന്നത് അഭിഷേകാണ്. അതെ, നമ്മുടെ അപ്പു നമ്മുടെ വാളേൻ്റെ ഒക്കെ കരയൊക്കെ ആയിട്ട് അതേ സെയിം സ്പോട്ടാണ്. ഇവിടുന്ന് കൂരുവാള 5 കിലോത്തിന്റെ കൂരുവാൾ അന്ന് അടിച്ചിട്ട് നമ്മൾ വലിച്ചു കയറ്റിയ ആളാണ് വെള്ളത്തിലിറങ്ങി. അപ്പോൾ ഓക്കെ, ഇത് നമ്മുടെ കൂട്ടുകാർ വേറെ നമ്മുടെ ഇവരുടെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് കാണാനായിട്ട്. നമ്മുടെ ഫിഷിംഗ് കാണാൻ വേണ്ടി വന്നാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, വീഡിയോ എടുത്തു കേട്ടോ. അടി കറക്റ്റ് ആയിരുന്നു എനിക്ക് തോന്നുന്നു. ആ രാത്രി ഇല്ലടാ, കൊണ്ടില്ല. ഹെഡിന്റെ മാത്രം അടി ചെന്നത്. ഇതെന്താ കൊള്ളാൻ കറക്റ്റ് ചൂട്ട പോയത്. അടി മരത്തിന്റെ അടി ിട്ടടിച്ചു. ചേർമീനല്ല, മറ്റേ വരാല്. വാല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ. ഹെവി സാധനം. ഇറങ്ങണ്ട സാധനം കയറി. ഇതേ മോളി സാധനം. ഇത് കണ്ട വാല് മാത്രമേ കണ്ടുള്ളൂ ഞാൻ. അതിന്റെ കണക്കായിപ്പോയി സാധനം. അതല്ല, ഇവിടെ വന്നിട്ട് പോയി 2 അടി അടിച്ചിട്ടാണ് ഇവിടെ വന്നിട്ട് പോയി. നേരത്തെ കൊണ്ടായിരുന്നു നേരത്തെ അടി വല്ലതും നോക്കി പാടുവല്ലോ ഉണ്ടാന്ന് നോക്കി. ഇതൊരു പാടുണ്ട് ദേടാ. ആ ഡാട്ട് വളഞ്ഞ് വെച്ചില്ലേ, അതാണ് പോയത്. കണ്ട അടി കൊണ്ട പാടുണ്ട് ഇവിടെ. ഇതാണ് പാട്. ആ ഡാട്ട് തറയിൽ കൊണ്ട് ആദ്യം ബെൻഡായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പുതിയ ഡാട്ട് ഇട്ടിട്ടാണ് ഷൂട്ട് ചെയ്തത് കേട്ടാ. സാധനം കയറി. ഇതിപ്പോ അവിടെ പൊങ്ങിയിട്ട് സാധനം അതിന്റെ ഉള്ളിലോട്ട് പോയിരുന്നു. എന്റെ അത് പിന്നെ അവിടെ തന്നെ വാല് മാത്രമേ കണ്ടുള്ളൂ. അടിപൊളി, നല്ല കലക്കം സാധനമാണ്. 1 kg ഉണ്ട് അല്ലേ? 1 kg അതിന് മേലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സാധനം നോക്കി കാണിച്ചോട്. അടിപൊളി സാധനം. അടിപൊളി. ആളെ കൂടെ കാണിച്ചു കൊടുത്തേക്കാല്. അപ്പൊ അടിപൊളി ഒരു വാഗയല്ല ശരിക്കും, നാടൻ വരാല്. വാഗം എന്നാണ് ആദ്യം എല്ലാവരും വിചാരിച്ചത്. പക്ഷെ ഇവിടെ എല്ലാവരും വാഗം വിചാരിച്ചു. പക്ഷെ ഞാൻ ക്ലിയർ ആയിട്ട് കണ്ടായിരുന്നു. നീരെടുത്തിട്ട് എന്നുള്ള ആദ്യം നമ്മൾ ഇവിടെ മീൻ നോക്കുന്ന സമയത്ത് ഇപ്പുറത്തെ കാടിന്റെ അകത്ത് ഇങ്ങോട്ട് പാസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു ഷൂട്ട് കൊടുത്തത് നേരെ കുത്തനെ അടിച്ചതാണ്. പക്ഷെ ഇവിടെ ഒരു പാട് കണ്ട ഡാട്ട് നമ്മൾ അതിക്ക് മുന്നേ അടിച്ച് ഇച്ചിരി ബെൻഡായിരിക്കണത്. കാരണം ഇത് പാളിപ്പോയി കൊണ്ട് അടി കൊണ്ട്. പിന്നെ നമ്മൾ ഡാട്ടിനാണ് അത് മാറിയിട്ടിട്ടാണ് അടുത്ത ഷൂട്ട് ചെയ്ത്. അത് കറക്റ്റ് ആയിട്ട് സ്പോട്ടിൽ തന്നെ കയറുകയും ചെയ്തത്. വാല് മാത്രമേ കണ്ടുള്ളൂ. ആ വാലിന് തന്നെ അടിച്ചത്. ഇതും ബെൻഡായിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ടതേ, ഇത് ബെൻഡായിട്ടുണ്ട്. കണ്ട, ഇതും ബെൻഡായിട്ടുണ്ട്. രണ്ടാമത്തെ ബെൻഡായി. ഇതെന്ത് പെട്ടെന്ന് ബെൻഡായിരുന്നു. അപ്പൊ അതിന്റെ ഫോഴ്സ് പവർ കൊണ്ടാണ് കേട്ടോ ബെൻഡായി പോണത്. ഈ ത്രെഡ് ഭാഗം തിരിഞ്ഞ് വളയുന്നുണ്ട്. എന്താ ത്രെഡ് ശരിക്കും വളഞ്ഞിട്ടുണ്ട്, അറിയാൻ പറ്റുന്നുണ്ട്. മറ്റേത് അതേപോലെ അടികൊള്ളാൻ വേറെ ഒന്നും